ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. സർവപാപഹരം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, തമസ്സിനെ, ഇരുട്ടിനെ അകറ്റുന്ന, ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആ ഭാസ്കരനെ ഞാൻ പ്രണമിക്കുന്നു. കശ്യപഗോത്രത്തിൽ പെട്ട ആ മഹത്തായ ആ തേജസ്സിനെ ഞാൻ ആരാധിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. മിഥുനൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും സൂര്യൻ മിഥുന രാശിയിലേക്ക് വന്നു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ സമശശിസുത, ശശിപുത്രനായ ബുധൻ സമനാണ്. പക്ഷെ ബുധനെ സംബന്ധിച്ചോളം സമത്വമല്ല. ഏതായാലും ഈ ശുക്രൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ജ്യോതിഷികൾക്കൊക്കെ വളരെ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനു കുളീരസ്ഥിതേ. വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകും. കുളീര ഭാനവും, ഭാനു സൂര്യൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഏതായാലും നല്ല ഫലമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കുക, മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഏതായാലും ഈ സൂര്യൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി 32 ദിവസമായി ഇടവൻ രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലാണ്. വിശേഷിച്ച് ശുഭഫലങ്ങളൊന്നും ആ സൂര്യൻ ചെയ്യില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ മിഥുന രാശിയിലെ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കും. ഉദാഹരണമായി എൻ്റെ രാശി വൃശ്ചികൻ രാശിയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്. എനിക്ക് കർമ്മമേഖലയിലും അല്ലെങ്കിൽ രാജകോപം ഉണ്ടാകേണ്ടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു മാസമാണ് ഇപ്പം നടക്കുന്നത്. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ കർമാധിപനാണ്. കർമാധിപനായ ബുധൻ വളരെ ദുർബലമായി 8ൽ നിൽക്കുന്നു. അതിനാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സവിസ്തരം നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമസ്തേ. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ മിഥുന രാശിയിലേക്കുള്ള പ്രയാണം നന്മകളെ പ്രദാനം ചെയ്യും. കാരണം സൂര്യൻ നിൽക്കുന്നത് അതിശക്തമായി 3ാമത്തെ ഭാവത്തിലാണ്. പലപ്പോഴും തന്നെ ആത്മപ്രഭാവം, വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അവർക്ക് പ്രത്യേക നയചാതുര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ് നയചാതുര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്? ഇവിടെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം സൂര്യൻ 5ാം ഭാവാധിപനാണ്, ബുദ്ധിപതിയാണ്. അവരുടെ ബുദ്ധിപതിയാണ്, 5ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്. അവരുടെ മന്ത്രപ്പണികളാണ്, അവരുടെ മാന്ത്രികമായ വിഷയമാണ്. അവരുടെ മന്ത്രി ദൗത്യം നിർവഹിക്കേണ്ടുന്ന, ഉപദേശം കൊടുക്കേണ്ടുന്ന അവസ്ഥ ഇതൊക്കെ പ്രദാനം ചെയ്യപ്പെടും ഈ സൂര്യനാൽ. ഏതായാലും വളരെ നല്ലൊരു ഫലമാണ്. 3ാം ഭാവത്തിൽ നിൽക്കുന്ന, മിഥുന രാശിയിൽ നിൽക്കുന്ന സൂര്യൻ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മതിവിക്രമവാൻ തൃതീയകെ അർക്കേ. 3ൽ സൂര്യൻ വന്നാൽ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. അതിനാൽ ഈ ഒരു മാസക്കാലം മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായ സമയമാണെന്ന് അറിയുക. തൃതീയ യഥാ അഹർമണി ജന്മകാലേ പ്രതാപാധികം വിക്രംജ ആദനോതി എന്നാണ് ചമത്കാരി തവണയിൽ പറഞ്ഞിരിക്കുന്നത്. 3ൽ സൂര്യൻ വരുമ്പോൾ പ്രതാപാധികം, പ്രതാപത്തിൻ്റെ ആധിക്യവും പരാക്രമവും പ്രകടിപ്പിക്കും. തഥാ സോദരേഹി തപ്യതേ, സഹോദര ദുഃഖം അനുഭവിക്കും. തനിക്ക് സഹോദരങ്ങളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ വരിക. അവർ സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ, അവരുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരിക. പ്രത്യേകിച്ച് മൂത്ത സഹോദരങ്ങൾക്ക് ദോഷമാണ്. അപ്രകാരം തന്നെ ഈ 3ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ 9ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. 9ാം ഭാവം പൈതൃകമാണ്. അച്ഛനും അത്ര നല്ലതല്ല എന്നറിയുക. തീർത്ഥചാരി, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള താല്പര്യമുണ്ടാകും. അപ്പോൾ പലപ്പോഴും തീർത്ഥാടനപരമായ വിഷയങ്ങളിൽ മനസ്സ് വ്യാപരിക്കും, യാത്ര ചെയ്യാം. ഇപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിലൊക്കെ തീർത്ഥാടനത്തിന് ഏറ്റവും നല്ല സമയമാണ് മേടൻ രാശിക്കാർക്ക്. സദാ അരിക്ഷയം സങ്കരേ ശം നരേശാത്, ശത്രുവിനെ നശിപ്പിക്കും.
തൻ്റെ പ്രതാപത്തിലൂടെ രാജാവ് തനിക്ക് ധനം തരും. അതിനാൽ വലിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് രാജാക്കന്മാരുടെ വലിയ വലിയ ആളുകളുടെ ഉത്തരവാദിത്തങ്ങൾ, അതോറിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ ധൈര്യപൂർവ്വം ബുദ്ധിപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ട് കുതിക്കാം. മേടൻ രാശിക്കാർക്ക് ഒരു സംശയവുമില്ല. നന്ദി, നമസ്തേ.